ഓം നമോ ഭഗവതേ വാസുദേവായ. അതായത് ഒന്ന് ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിന്റെ സാരാംശമാണ് ഇവിടെ പറയാൻ പോകുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വ്യാസഭഗവാന്റെ സംശയം തീർത്തു കൊടുക്കുന്നതാണ്. ഭഗവാൻ തന്നെ നാരദനോടുകൂടെയാണ് ഇത് പറയുന്നത്. വ്യാസഭഗവാന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന നാരദ മഹർഷിയാണ് വ്യാസമഹർഷിക്ക് ഈ സംശയം പറഞ്ഞു കൊടുക്കുന്നത്. വ്യാസഭഗവാന്റെ ദുഃഖത്തിന്റെ കാര്യം മനസ്സിലായിരുന്നു നാരദ മഹർഷിക്ക്. പക്ഷെ അത് അറിയാത്തതുപോലെ ആദ്യം ചോദിച്ചു, അങ്ങേക്ക് സുഖമാണല്ലോ, എന്തുകൊണ്ടാണ് അങ്ങ് ഈ ദുഃഖം കാണുന്നത്? ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങ് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ഈ ലോകത്തിന് വേണ്ടി ചെയ്തത്? നല്ല കാര്യങ്ങൾ ചെയ്ത് അങ്ങേക്ക് മനസുഖം ലഭിക്കേണ്ടതാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ വ്യാസമുനി പറയുന്നു, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആത്മാവിന് തൃപ്തി വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ പരമാത്മായ വാസുദേവനിൽ മനസ്സ് വെച്ചിരിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ നാരദൻ പറയാണ്, അങ്ങാണെങ്കിൽ ആ പരമാത്മായ വാസുദേവനിൽ മനസ്സ് വച്ചിരിക്കുന്നവനാണ്, ഭഗവാന്റെ പ്രീതിക്ക് പാത്രമായവനുമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങക്ക് ഈ ന്യൂനത വരുന്നത്? പറഞ്ഞു തരാൻ എന്താണ് കാരണം? അപ്പോൾ എന്താണ് കാരണം എന്ന് നാരദൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതേ സംശയം തന്നെ ഈ വ്യാസഭഗവാനും പറയുന്നു. എനിക്കും ആ ന്യൂനത ഉണ്ട്. ഞാൻ ഭഗവാനോട് ഒരുപാട് കൃതികൾ ഭഗവാനെ എഴുതിയിട്ടും പക്ഷെ എനിക്ക് അത് തൃപ്തി വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഭഗവാന്റെ നിർമ്മലമായ യശസ്സിനെ പ്രാധാന്യം കൊടുത്തു വർണ്ണിച്ചിട്ടില്ല. അങ്ങ് ധർമാർത്ഥങ്ങൾക്ക് മാത്രമേ പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് തന്നെ അങ്ങയുടെ അറിവ് അപൂർണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകനാഥനായ ഭഗവാന്റെ മഹിമയെ കീർത്തിക്കണം. അങ്ങനെ അതിനെത്ര ഭംഗിയുള്ളതാണെങ്കിലും ഭഗവാനെ കീർത്തിക്കാത്ത എന്തും ഭംഗിയുള്ളതാണെങ്കിലും അത് നല്ല വാക്കുകൾ കൊണ്ട് രചിച്ചതാണെങ്കിൽ പോലും രജോ ഗുണക്കാർക്ക് മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. ഇത്തരം രചനകളെ പരമഹംസന്മാർ കാക്കയ്ക്ക് കുളിക്കാനുള്ള തടാകം പോലെ അതിനെ തള്ളിക്കളയും. അതിൽ ശ്ലോകങ്ങളിൽ ഇടയ്ക്ക് തെറ്റുകൾ, ഭഗവാനെ കീർത്തിക്കുന്ന ശ്ലോകങ്ങളിൽ ഇടയ്ക്ക് തെറ്റ് വന്നാൽ പോലും സാധുക്കൾ അത് ശ്രദ്ധയോടെ വായിക്കും, കേൾക്കുകയും പറയുകയും കീർത്തിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ ഒരു നാമം എങ്കിലും ചൊല്ലിയാൽ സർവപാപഹരമാണ്. ഹരിഭക്തി കലരാത്ത ജ്ഞാനം ഒട്ടും ശോഭിക്കുകയില്ല. അപ്പോൾ കൃഷ്ണാർപ്പണമല്ലാത്ത കർമ്മങ്ങളെക്കുറിച്ച് പറയുകയേ വേണ്ട. സ്വാഭാവികമായി മനുഷ്യർ തൻ്റെ കാമ്യകർമ്മങ്ങളെ ഇഷ്ടപ്പെടുന്നു. അത് തന്നെയാണ് ധർമ്മം എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നു. ശരി, ഇത് തന്നെ എന്ന് വിശ്വസിക്കാം. അത് അങ്ങ് പ്രവൃത്തി മാർഗമാണ് ഉപദേശിച്ചു കൊടുത്തത്. പക്ഷേ നിവർത്തി മാർഗമാണ് പറയേണ്ടത്. അപ്പോൾ ജനങ്ങളിൽ നിവൃത്തി മാർഗത്തിന് ശ്രദ്ധയുണ്ടാക്കാൻ ഭക്തി മാർഗത്തെ നമ്മൾ പരാമർശിക്കണം. അപ്പോൾ പുതിയ പുതിയ ജന്മമെടുത്ത് ചുറ്റിത്തിരിയും അല്ലാതെ പരമപാദ പ്രാപ്തി സാധ്യമല്ല. ഈ ധാർമ്മിക മാർഗം, ഭക്തിമാർഗം ഒന്നേ അത് മോക്ഷത്തിന് നമുക്ക് പ്രാപ്തിയുള്ളൂ. ഹരിഭക്തിയുള്ളതാണ് ചിലപ്പോൾ ഹരിഭക്തിയുള്ള ആൾക്ക് ഇടയ്ക്ക് അത് അധപ്പതിച്ചു പോയി, ഹരിഭക്തി ചെയ്തില്ല. പക്ഷേ അവനെ ഭഗവാൻ ഉദ്ധരിച്ചു കൊള്ളും. അജാമുളനെ പോലെ അവൻ ഈ ജന്മത്തിൽ പ്രാപ്തസ്ഥാനം എത്തിച്ചില്ലെങ്കിലും പൂർവവാസന ബലവചനം തുടർന്ന് കൊണ്ടുപോകും. അത്തരം ഒടുവിൽ സംസാരമുക്തി കൈവരിക്കുകയും ചെയ്യും.
ധാർമ്മികമായെങ്കിലും ആസക്തിയോട് കർമ്മം ചെയ്താൽ വീണ്ടും വീണ്ടും പുനർജന്മത്തിന് കാരണമാകും. അതുകൊണ്ട് എല്ലാവരും ബന്ധമുക്തിയെ ലക്ഷ്യമാക്കി ആ സർവേശ്വരന്റെ ലീലകളെയും കീർത്തനങ്ങളെയും വിവരിക്കുക. ഈ ലോകമെന്നത് ഭഗവാൻ തന്നെയാണ്, പക്ഷെ അതിൽ നിന്ന് വേറിട്ടവനാകുന്നു ഭഗവാൻ. ലോകമില്ലെങ്കിലും സർവസ്വരൂപനായി വിളങ്ങും. അങ്ങൾക്കറിയാം, ആ പരമപുരുഷന്റെ അംശാവതാരമാണ്. അങ്ങക്ക് ആചാര്യന്റെ ആവശ്യമില്ല. അങ്ങ് ഭഗവാന്റെ അംശാവതാരമാണ് വ്യാസഭഗവാൻ. അപ്പൊ അങ്ങേർക്ക് അതുകൊണ്ട് ഇതെല്ലാം മറന്നുപോയോ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് നാരദൻ പറയുന്നു. ഏകാഗ്രമായി സമാധിയിൽ ഇരുന്ന് ധ്യാനിച്ച് ലോപമില്ലാതെ കീർത്തിക്കണം, ഭഗവാനെ കീർത്തിക്കണം. മനുഷ്യർ ചെയ്യുന്ന തപസ്, സ്വാധ്യായം, ധ്യാനം, യാഗം, ദാനം ഇവയുടെ ബലമെന്ന് ആ പരമപുരുഷന്റെ വർണ്ണനയാണ്. അതിനേക്കാളുമെല്ലാം ബലം ഗുണാനുവർണ്ണനയാണ്. നമ്മൾ തപസ് ചെയ്താലും, നമ്മൾ വ്രതം നോക്കിയാലും, എന്ത് ചെയ്താലും ഭഗവാൻ ഒന്ന് കീർത്തിച്ചാൽ മതി, നമുക്ക് പുണ്യം കിട്ടും. അത് ചെയ്താൽ ഇതൊക്കെ ചെയ്താലേ അങ്ങയുടെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. നാരദ മഹർഷി സ്വന്തം അനുഭവം പറയുന്നു. ഹരിനാമ കീർത്തനം കൊണ്ട് മാത്രം പരമശ്രേയസ് കൈവരും എന്നുള്ളതിന് ഞാൻ തന്നെയാണ് ഉദാഹരണമെന്ന് നാരദ മഹർഷി പറയുന്നു. കഴിഞ്ഞ കൽപ്പത്തിൽ ദാസിപുത്രനായി ജനിച്ചു ചതുർമാസം കഴിച്ചുകൂട്ടാൻ ഗ്രാമത്തിൽ വന്ന യോഗികൾ വന്നു. അവരെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായി. ബാലന്മാരിരിക്കുമ്പോൾ എല്ലാവരും ക്രീഡാസക്തരായിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ ഭക്തി കണ്ട് അവർക്ക് എന്നോട് താല്പര്യം തോന്നി. അവരുടെ ആഹാരം ഉച്ഛിഷ്ടം എനിക്ക് തന്നു. ഞാൻ അതിനെ പതിവായി ഒരു നേരമെങ്കിലും കഴിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ ചിത്തം വളരെ പരിശുദ്ധമായി. അവരുടെ ഹരിവചനത്തിൽ ആസക്തി ഉണ്ടാവുകയും അങ്ങനെ ഭഗവാന്റെ ഗുണഗണങ്ങളെ അവരോടൊപ്പം കീർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആത്മാവിനെ തിരിച്ചറിഞ്ഞു. ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്ന ബോധമുണ്ടായി. ഈ പ്രപഞ്ചം പരമാത്മാവിൽ നിന്ന് ഉണർന്ന് അതിലേക്ക് തന്നെ ലയിക്കുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. സ്വാത്വികമായ ഭക്തി ഉറച്ചു. അവർ ചാതുർമാസം കഴിഞ്ഞ് പോയപ്പോൾ എൻ്റെ ഭക്തിയും വിനയവും കണ്ട് അവർ അതിഗുഹ്യമായ ഭാഗവത ധർമ്മത്തെ ഉപദേശിച്ചു തന്നു. ഭഗവാന്റെ മായ വൈഭവത്തെ ശരിയായ കാഴ്ചപ്പാടോടെ കാണാൻ സാധിച്ചു. പിന്നെ പ്രാരബ്ധ കർമ്മങ്ങളെല്ലാം ഭഗവാന്റെ സന്തോഷത്തിനായി സമർപ്പിക്കട്ടെ എന്ന് സങ്കല്പിക്കുമ്പോൾ ജ്ഞാനവും ഭക്തിയും കൈവരിക്കും. ഹേ വാസുദേവ നിരുദ്ധ പ്രദ്യുമ്ന സംഘർഷണ എന്ന് നമ്മൾ ആ നാമത്തെ ചൊല്ലി കാലം കഴിക്കണം. അതേപോലെ നാരദമുനിയും അന്ന് ഈ നാമങ്ങളെ ചൊല്ലിയാണ് കാലം കഴിച്ചത്. സംപ്രീതനായ ഭഗവാൻ എനിക്ക് സർവ്വ ഐശ്വര്യം തന്നു, ജ്ഞാനം തന്നു, എല്ലായ്പ്പോഴും എല്ലായിടത്തും പ്രീതിയും തന്നു. അതുകൊണ്ട് താപത്രയ വ്യാധിയൊന്നും ഇല്ലാതാക്കാൻ ഭക്തിമാർഗം ഒന്നു തന്നെ ഉപായം. അങ്ങ് രചനയിൽ ഭഗവാനെ കുറിച്ച് പരാമർശിക്കണം എന്ന് വ്യാസനോട് പറയുന്നു. എത്രയൊക്കെ വർണ്ണിക്കുന്നുവോ അപ്പോൾ അത്രയ്ക്ക് മനസ്സ് തൃപ്തിയാകും. വായിക്കുന്നവർക്കും ഭക്തി ഉളവാക്കാൻ ഈ രചന പ്രയോജനപ്പെടും. ഇങ്ങനെ പറഞ്ഞ് സർവത്ര